പ്രഭാന്റിക്ക് നല്ല ഭാഗ്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു പൊട്ടിത്തെറിയില്ലാതെ കാര്യങ്ങളൊക്കെ വിചാരിച്ച വഴിക്ക് വന്നു. എടാ മുരളി, എടാ കണ്ടത് പ്രഭാന്റി മാത്രമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കാമായിരുന്നു. ഇതിപ്പോ രജനേച്ചിയും കണ്ടില്ലേ, സംഭവത്തിന് കൊള്ളാവുന്നൊരു സാക്ഷിയായി. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മീര ബോധമില്ലാതെ എന്റെ മുറി വന്ന് കിടന്നാണെന്ന് പറയാം. എടാ നീ അങ്ങനെ പറഞ്ഞ നീ അന്നേരം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരില്ലേ? നീ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഈ കാര്യത്തിൽ ഗൗരി പോലും നമുക്ക് വേണ്ടി നിൽക്കില്ല. ഇതിന്ന് വരാൻ കുറച്ച് പാടാ. നീ പാടുപെടും. ഇന്നലെ ഏതോ പാർട്ടിക്ക് പോയി അവള് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നന്ദന പോയി കൊണ്ടുവന്നത്. ഒട്ടും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു മീര. നന്ദൻ താങ്ങിപ്പിടിച്ച കാർന്നിറക്കിയത്. കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞപ്പോ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൻ അവന്റെ റൂമിലാ കൊണ്ടുപോയി കിടത്തിയത്. നന്ദൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അവളെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ലെന്നല്ലേ നന്ദൻ പറയാറ്? പറച്ചിൽ ഇതുവരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ പുലർച്ചെ 5 മണിക്കാ അവൾ അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഷേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് കള്ളുമല്ല ജാനകി. എന്റെ കൂടെ രജനി ഉണ്ടായിരുന്നു. നിങ്ങളെ അവൻ കണ്ടോ? കണ്ടു. അവൻ ആകെ വിളറിപ്പോയി. കണ്ട ഞങ്ങളും ആകെ വല്ലാതായി. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ലല്ലോ. മീരയോ? അവളെന്ത് പറഞ്ഞു? അതല്ലേ രസം. മീരയ്ക്ക് അപ്പോഴും ഫിറ്റ് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അവൻ എന്തോ പറയാൻ തുടങ്ങി. പക്ഷെ എനിക്കത് കേൾക്കണ്ടെന്ന് തോന്നി. എന്തായാലും തനിക്ക് ഭാഗ്യമുണ്ട്. കാര്യങ്ങൾ താൻ വിചാരിച്ച സ്ഥലത്തേക്ക് നീങ്ങുന്നുണ്ടല്ലോ. അവൻ ശരിക്കും പെട്ടില്ലേ? മീരയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് അവൻ ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റൂ? ഇല്ല. ഈശ്വരനായിട്ടാ ഇങ്ങനൊരു കാര്യം എനിക്ക് കാണിച്ചു തന്നത്. സാക്ഷിയായിട്ട് രജനി കൂടെ ഉണ്ടായിരുന്നതും ഭാഗ്യമായി. ഇനി തനിക്ക് ധൈര്യമായിട്ട് കല്യാണക്കാര്യം മുന്നോട്ട് നീക്കണം. വേറെ ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിന് മുൻപ് കാര്യം നടത്തണം. അതുതന്നെയാ എന്റെ പ്ലാൻ. അവനിനി എന്തു പറഞ്ഞാ എതിർക്കുന്നെന്ന് എനിക്കൊന്ന് കാണണം. എന്തായാലും നന്ദൻ പെട്ടു. താൻ മീരയെ കൂടി ഈ സംഭവം ഒന്ന് ബോധ്യപ്പെടുത്തേക്കണം. അബോധാവസ്ഥയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ബോധമുള്ളപ്പോ സംഭവിച്ച കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഓക്കെ, ശരി, ബൈ. ബൈ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. കോഫി കുടിച്ചോ? ഞാനിപ്പോ എണീറ്റ് ഫ്രഷ് ആയതേ ഉള്ളൂ. കോഫി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണോ? വേണ്ട ആന്റി, ഞാൻ പോയി കുടിച്ചോളാം. രാവിലെ നന്ദനെ കണ്ടായിരുന്നോ? ഇല്ല. അവൻ മോർണിംഗ് വാക്കിന് പോയി. രക്ഷപ്പെട്ടു. പാർട്ടിയുടെ കാര്യമൊന്നും ചോദിച്ചില്ല. ഇന്നലെ ഏത് കോലത്തിലാണോ വന്ന് കയറിയത്. മീരമോളെ, എന്താ ആന്റി? നിങ്ങളുടെ ന്യൂജൻ സ്റ്റൈൽ റിലേഷൻഷിപ്പ് ഒക്കെ എനിക്കും രജനിക്കും മനസ്സിലാവും. ഇവിടെ സെർവൻസ് ഒക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോ ഇതൊക്കെ അങ്ങോട്ട് ദഹിച്ചെന്ന് വരില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഇന്നലെ ഞാൻ പാർട്ടിക്ക് പോയതാണോ? അതല്ല, വല്ലപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നന്ദൻ ഉണ്ടായിരുന്നല്ലോ ഒപ്പം. പിന്നെ ആന്റി എന്താ ഉദ്ദേശിച്ചത്? ഇന്ന് ഏളി മോർണിംഗിന് നന്ദനും നീയും കൂടെ അവന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. വിവാഹം ഉറപ്പിച്ചു വെച്ച ആളുകളാ നിങ്ങള്. ഒരു ദിവസം ഒരുമിച്ച് കഴിഞ്ഞു എന്ന് വെച്ച് ഞാനോ രജനിയോ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല.
പക്ഷേ മറ്റുള്ളവരത് ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുവെന്ന് വരില്ല. ആന്റി, ചന്ദ്രോത്ത് തറവാട്ടിലെ കാര്യങ്ങൾ അങ്ങാടിയിൽ പറഞ്ഞു ചിരിക്കാനുള്ള വകയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം, മനസ്സിലായല്ലോ? അല്ല ആന്റി, ആ, ആന്റി എന്തൊക്കെയാ പറഞ്ഞിട്ട് പോകുന്നേ? ഞാൻ എന്റെ റൂമിൽ തന്നെ ഇന്നലെ ഉറങ്ങിയത്. ഉറപ്പായിട്ട് അവിടെ തന്നെ ആയിരുന്നു. അത് മോളുടെ വിശ്വാസം. പക്ഷെ സംഭവിച്ചത് അതല്ല. എന്താ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ മോൾക്കപ്പ സെൻസ് നേരെയായിരുന്നില്ല. ഇന്നലത്തെ പാർട്ടി അല്പം ആർഭാടമായി പോയല്ലേ? ഈശ്വര, ഇന്നലെ ഇവിടെ എന്തൊക്കെയാ നടന്നേ? മാനം പോയോ എന്റെ ഭഗവാനെ? ശ്ശേ. എടാ, ഇന്നലെ നീ എന്റെ റൂമിലാണോ കിടന്നേ? അല്ല. ഞാൻ കിടന്ന നിന്റെ റൂമിലാണോ? അതെ. അയ്യോ, അപ്പോ നീ എവിടെ കിടന്നേ? ഞാൻ എന്റെ റൂമില്. ചതിച്ചോ? അപ്പൊ നീ എന്റെ കൂടെയാണോ കിടന്നേ? അല്ല. പിന്നെ നീ എന്താ ഉണ്ടെന്ന് തെളിച്ചു പറ. എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ. ഞാൻ തെളിച്ചെന്നെ പറഞ്ഞേ. ഇന്നലെ നീ എന്റെ റൂമിലായിരുന്നു. എനിക്ക് വേറെ റൂമില്ലാത്തോണ്ട് ഞാൻ അവിടെ തന്നെയാ ഉറങ്ങിയത്. You cheat. അടിച്ച് ഫിറ്റായി കിടന്ന എന്നെ നീ എന്തിനാ നിന്റെ മുറി കൊണ്ട് കിടത്തിയേ? ആഹാ, കൊള്ളാം. ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ. പിന്നെ നീ അല്ലേ? നീ ഇത്ര വൃത്തിയായിട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ ഞാൻ കൊല്ലും. എന്നിട്ട് ഞാനും ചാവും. ഉള്ള കള്ളു മുഴുവൻ വലിച്ചു കയറ്റി വെളിവില്ലാതെ വഴി കിടന്ന് നിന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എന്നെ നിനക്ക് കൊല്ലണം അല്ലേടി? നീ ഒറ്റൊരുത്തി കാരണം ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടച്ചില്ല, അറിയോ? എനിക്കൊന്നും കേക്കണ്ട. നീ വെറും തല്ലിപ്പുള്ളിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ കുറിച്ച് ഞാനും ഇങ്ങനെ നല്ല വിചാരിച്ചത്. എന്താടാ? എന്താ ഞാൻ ചെയ്തേ? പറയട്ടെ. ആ പറ. നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്താ? പെൺകുട്ടികൾക്ക് ഇങ്ങനെ നാണോമാനം ഇല്ലാതാവൂ. ഛേ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തു? ഞാനിത് എങ്ങനെ പറയുന്നേ? ഞാൻ എന്താ ചെയ്തേ? വിട്, ഞാൻ പറയാം. സത്യം പറ. നീ എന്തിനാ എന്നെ നിന്റെ റൂമിൽ കൊണ്ടുപോയേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ നിന്റെ റൂമിലെ കൊണ്ട് കിടത്തിയത്. ആന്റി പറഞ്ഞല്ലോ നമ്മൾ രണ്ടൂടെ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടുന്ന്. രജനീച്ചിയും കണ്ടു. സത്യം പറയടാ, ഇന്നലെ എന്താ ഉണ്ടായേ? നിനക്ക് തലയ്ക്ക് വെളിവില്ലാതെ നീ ചെയ്തു കൂട്ടിയല്ല. നീ നിന്റെ റൂമിൽ നിന്ന് എഴിഞ്ഞു വന്ന് എന്റെ കട്ടിൽ കയറി കിടന്നുറങ്ങി, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഒന്നും ഓർമ്മയില്ലല്ലേ? ഞാൻ അങ്ങനെ വന്നാ തന്നെ നിനക്കെന്നെ തിരിച്ചു പറഞ്ഞു വിടായിരുന്നില്ലേ? അതെന്താ നീ അങ്ങനെ ചെയ്യാഞ്ഞേ? അതും ഞാൻ ദുഷ്ട. അപ്പൊ നീ എന്നെ അവിടെ മനഃപൂർവ്വം കിടത്തിയതാണല്ലേ? അല്ല, ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നു. കണ്ടില്ലേ? നീ വരുമ്പോ ഞാൻ എന്റെ റൂമിൽ ഇല്ലായിരുന്നു. നീ എവിടെ പോയി? ആ സമയത്ത് നീ എവിടെയായിരുന്നു? പറയണം. ഞാൻ പുറത്തായിരുന്നു. പുറത്തോ? പാതിരാക്കി നിനക്ക് പുറത്തു പോകേണ്ട ആവശ്യം എന്താ? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? നീ എന്റെ റൂമിൽ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നോന്നല്ലേ? അതെ. സത്യം പറയാം, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രശ്നം തീർന്നില്ലേ? നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആന്റിയും ചേച്ചിയും കണ്ടതോ? അവര് കണ്ടത് സത്യം. അവിടെ ഇല്ലാത്ത നീ എന്നെ എങ്ങനെ? നീ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ എന്റെ റൂമിൽ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കില്ലേ? അതെ. ഞാൻ മുരളിയുടെ വീട്ടിലായിരുന്നു. തിരിച്ചു വന്നപ്പോഴാ നീ എന്റെ റൂമിൽ കിടക്കുന്ന ഞാൻ കണ്ടത്. കയ്യോടെ നിന്നെ പൊക്കി നിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാ അവര് കണ്ടത്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? കള്ളു കുടിച്ച് ബോധമില്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്നെ കൂടി നാട്ടിച്ചിട്ട് ഇപ്പൊ തർക്കിക്കുന്ന ഒറ്റ വീക്ക് എന്നാണുണ്ടല്ലോ. സിദ്ധു, ഇന്ന് വൈകിട്ട് നമ്മൾ പോവും.
കുറച്ച് സമയത്തെ യാത്രയുണ്ട്. അതിന് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഇപ്പോ പതിവി കൂടുതൽ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെഡിസിൻസ് ഒക്കെ കൊടുത്തില്ലേ? ആ, കൊടുത്തു. നമ്മൾ കുറച്ച് ദിവസം ഇവിടെ കാണില്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. അവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോ ഇവിടുന്ന് പോയ ആളാവില്ലെന്നാ നന്ദു പറയുന്നത്. തിരിച്ചു വരുന്നത് പഴയ അച്ഛനായിട്ടാവും. ആ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നെ. തുരുതുരാ വരുന്ന ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് രാവിലെ വരുന്ന പാർട്ടിക്കാരോടൊക്കെ സംസാരിച്ച് പിന്നെ ഓരോരോ മീറ്റിങ്ങിലൊക്കെ പ്രസംഗിച്ച് അങ്ങനെ ഓടി നടക്കുന്ന അച്ഛനെ കാണാനാ എല്ലാവർക്കും ഇഷ്ടം. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ചെറിയൊരു റെസ്റ്റ് ടൈം ആയിരുന്നു എന്ന് കൂട്ടിയാ മതി. വലിയ വലിയ ആളുകള് വർഷത്തിലൊരിക്കൽ സുഖചികിത്സയ്ക്കൊക്കെ പോവില്ലേ, അതുപോലെ. എന്താണ് പഴംപുരാണം പറഞ്ഞ അച്ഛന്റെ ക്ഷമ പരീക്ഷിക്കാണോ? ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞതാ. അച്ഛാ, കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞല്ലോ. നമ്മളിന്ന് അങ്ങോട്ട് പോവാ. ഇനി കുറച്ചു ദിവസം അവിടെ. അത് കഴിയുമ്പോ എല്ലാം ഓക്കെയോ? ദേവി, കൊണ്ടുപോകാനുള്ളൊക്കെ എടുത്തു വെച്ചില്ലേ? ആ, എനിക്ക് വീട് വരെ ഒന്ന് പോണം. ഇപ്പോ അമ്മയും ശാരിയും വലിയ സമാധാനത്തിലാ കഴിയുന്നത്. പക്ഷെ താമസിയാതെ അതില്ലാതാവുന്നൊരു പേടി. എന്താ കാര്യം? അച്ഛന്റെ കാര്യത്തില് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തേ പറ്റൂ. അച്ഛൻ എങ്ങനെയും വീട് തേടിപ്പിടിച്ച് അങ്ങോട്ടെത്തും. ശരിയാ, വേറൊരിടവും ഇല്ലല്ലോ. പറഞ്ഞു പറ്റിക്കാൻ നല്ല കഴിവാ അച്ഛന്. പാവത്താനായി അഭിനയിച്ച് അവിടെ എങ്ങനെയും പറ്റിക്കൂടും. അച്ഛൻ അവിടെ താമസിക്കാൻ തുടങ്ങിയ ഒട്ടും വൈകില്ല. കാർത്തികേയൻ അങ്ങോട്ട് വരും. അത് പിന്നെയും കുഴപ്പമാവും. അയാൾക്കിനി ഇരട്ടി പക കാണുമല്ലോ. എന്താണെന്ന് ദേവി പറയുന്നത്? വീട്ടിൽ കയറ്റരുത്. എന്തൊക്കെ പറഞ്ഞാലും അകറ്റേ നിർത്താവൂ. ചെയ്തതിനൊക്കെ ശരിക്കും അനുഭവിക്കാനുണ്ട്. നല്ലൊരു പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റുന്ന കാര്യം തീരുമാനിച്ചാ മതി. മതി. നിങ്ങൾ ഓക്കെ പറയാതെ അച്ഛൻ ആ കോമ്പൗണ്ടിൽ കാലുകുത്തില്ല. പോരെ? അച്ഛനെ അവിടുന്ന് വിട്ടോന്നറിയോ? ഹാ, അതുകൊള്ളാം. അച്ഛനെ അകത്താക്കി തരാൻ. എന്നിട്ട് എന്നോടാ ചോദിക്കുന്നേ? ഞാൻ പിന്നെ സ്റ്റേഷനിലേക്കൊന്നും വിളിച്ചില്ല. അവരൊക്കെ ആയിട്ട് ഒരു പരിചയമില്ലല്ലോ. ഞാൻ വിളിച്ചിരുന്നു. ഇന്ന് വിടുമെന്നാ പറഞ്ഞത്. ഇറങ്ങട്ടെ. ഇനിയാണ് മംഗലശ്ശേരി മാധവൻ ജീവിതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. ഓഫീസിൽ 1-2 കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വരാം. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ പാവം തോന്നും. പക്ഷെ കയ്യിലിരിപ്പ് ഭയങ്കര മോശം. ഞങ്ങളെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്നറിയോ? ആദ്യത്തെ പെഗടിക്കുന്നവരെ നമ്മളൊന്നും സംസാരിക്കരുത്. അതെന്താണ്? എടാ, മദ്യമാണ് കഴിക്കുന്നത്. ഉള്ളത് കൊണ്ട് തലയ്ക്ക് പിടിക്കണേന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം അത്. ഓ, അങ്ങനെ. കുപ്പി പൊട്ടി ചോരെണ്ണം അല്ല 2 അങ്ങോട്ടൊഴിക്കണം. അതിന്റെ മേലേക്ക് നല്ല തണുത്ത സോഡ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മദ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കണം. ഒഴിക്കുമ്പോ മദ്യത്തിന് നോവരുത്. അതുപോലെ ഗുളുഗുളൂന്ന് ഒഴിക്കണം. എനിക്ക് വെള്ളം മതിയായിരുന്നു. താരത്തില്ല. അതെന്താണോ? എടാ, ഈ മദ്യത്തിൽ സോഡ ഒഴിക്കുന്ന ഏർപ്പാട് സായിപ്പ് കൊണ്ടുവന്നതാ. അതിന്റെ ഗുട്ടൻസ് എന്താന്ന് നിനക്കറിയോ? എവിടെ? സോഡ ഒഴിച്ചു കഴിയുമ്പോ ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഗുമുഗുമാന്ന് കുമിളകൾ പൊന്തി വന്ന് പൊട്ടും. അതെന്താ? എടാ, മദ്യത്തിൽ ചില മോശമായ ഗ്യാസുകളുണ്ട്. അത് ഈ കുമിളകളായിട്ട് മേലോട്ട് വന്ന് പൊട്ടി അങ്ങ് പോകും. പിന്നെ കഴിക്കുന്ന മദ്യം കൊണ്ട് നമ്മുടെ ലിവറിന് ഒരു കുഴപ്പമുണ്ടാവില്ലടാ. മനസ്സിലായ? ഓ,
ഭയങ്കരം തന്നെ. ആ, മാധവ ഏ? എടാ നിന്നെ സാറ് വിളിക്കുന്നു. ആ സാറേ ഞങ്ങൾ ഓരോന്നും കൂടി ഞങ്ങൾ വിട്ടേച്ചങ്ങോട്ട്. എന്താടാ? അല്ല ഞങ്ങൾ രസമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ മതിയോ? ചീ, ഇങ്ങോട്ട് എണീറ്റ് വാടാ. ഇച്ചു വരാനോ? ഞാൻ അങ്ങോട്ട് വന്നോ? വേണ്ട 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 വേണ്ട. ഞാൻ താ വന്നു. ആ എന്നാ വാ. വാ, 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 വാ. നല്ല മൂടായിരുന്നു, നശിപ്പിച്ചു. ഞാൻ പോയിട്ട് വരാം. ഞങ്ങൾ പഴയ ഫ്രണ്ട്സാണ്. സാർ അകത്തേക്ക് പോ. ചെല്ലടോ, അങ്ങോട്ട് കയറിയിക്ക്. നമസ്കാരം സാറേ. എന്താ കാര്യം എന്നറിഞ്ഞിരുന്നെങ്കിൽ എനിക്കങ്ങോട്ട്. കാര്യം ഇനി നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? നിനക്ക് കിട്ടിയൊന്നും പോരെ? മതി മതി, ഇനി ഒട്ടും വേണ്ട. നിന്റെയൊക്കെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുന്നതിനെ എന്റെ തൊപ്പി തെറിച്ചു പോയനെ. എത്ര എണ്ണത്തിന്റെ കാല് പിടിച്ചിട്ടാ ഞാൻ ഇതിൽ നൂലിയെന്നറിയാമോ? ആ കല്യാണം എങ്ങാനും നടന്നു പോയിരുന്നെങ്കിൽ ഞാൻ അകത്ത് പോയനെ. അച്ഛനാണെന്ന് പറഞ്ഞ് നടക്കുന്നു, ഇടിച്ച് കൂമ്പുപാടി ഞാൻ. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. എല്ലാത്തിനും കാരണം ആ കാർത്തികേയനാ. അയാള് ഭീഷണിപ്പെടുത്തിയോണ്ടാ ഞാൻ ഇതിനൊക്കെ വഴിപ്പെട്ടത്. അവന്റെ പേര് ഇവിടെ മിണ്ടി പോരുത്. ഇല്ല, അവൻ ഒറ്റൊരുത്തം കാരണമാ ആ DSPയുടെ വായിലിരിക്കുന്ന തെറി മുഴുവൻ ഞാൻ കേട്ടത്. പാവം. എന്റെ പ്രമോഷൻ തടഞ്ഞു വെച്ചു. ഇനി അവന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ ഇല്ല, ഇനി ഞാൻ മിണ്ടത്തില്ല. ഡോ റൈറ്ററോട് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞില്ലെങ്കിൽ തരാൻ പറ. സാർ നീയും കാർത്തികേയന്റെ കൂടെ റിമാൻഡിൽ കഴിയേണ്ടതാ. ഞാനാദ്യം നിന്ന് ഒഴിച്ചെടുത്തത്. സാറ് കരുണയുള്ളവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊന്നുമല്ല, വയസ്സുകാലത്ത് സബ് ജയിലിൽ നിന്നുള്ള ഇടി വാങ്ങിച്ച് ചാവണ്ടെന്ന് കരുതിയ. മനസ്സിലായടോ? സാർ ആ ഇതിലൊപ്പിട്ട് ഇവിടെ. ഈ ഉറപ്പില് നിന്നെ ഇവിടുന്ന് വിടുക. ഇനി നിന്റെ ഭാര്യയും മക്കളെയും ശല്യപ്പെടുത്തിയെന്നൊരു പരാതി ഇവിടെ കിട്ടിയാൽ മാധവ നിന്റെ എല്ല് ചവിട്ടി വെള്ളമാക്കും. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യില്ല സാറേ. ഞാനിനി ഒന്നും ചെയ്യില്ല. പോയിക്കോടോ. അല്ല അത് എന്താ നിനക്ക് പോണ്ടേ? സാറേ പോണം. പിന്നെ ഒരു 100 റുപ്യ തരൂ സാറേ. 5ന്റെ പൈസ ഇല്ല കയ്യിൽ, അതുകൊണ്ടാ. അല്ലെങ്കിൽ 500 തന്നാലും മതി. പോലീസുകാരനോട് കാശ് ചോദിക്കുന്നു. ചവിട്ടി നിന്നെ പിടിച്ച് പുറത്താക്കടോ. കാർത്തികന്റെ കയ്യിൽ നിന്ന് നന്നായി വാങ്ങി നക്കിയിട്ടുണ്ടല്ലോ, അതിന്ന് തന്നാ മതിയടാ ചേറ്റേ. എന്താടോ കണ്ണു പിടിക്കുന്നേ? ഒന്നുമില്ല സാറേ. പിടിച്ചോണ്ട് പോടോ. ഇങ്ങോട്ട് വേണം. ചേച്ചി ചേച്ചി ഇങ്ങോട്ട് തന്നെ വന്നതാണോ? അതെ, ഇന്ന് പോവല്ലേ. അമ്മയും നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇനി എന്നാ ഒന്ന് കാണാൻ പറ്റാന്ന് അറിയില്ലല്ലോ. കൊറേ ദിവസം കിടക്കേണ്ടി വരും അല്ലേ ചേച്ചി? ആ, ആയുർവേദിക് ട്രീറ്റ്മെന്റ് അല്ലേ, പതുക്കെയല്ലേ റിസൾട്ട് ഒക്കെ കാണൂ. ചേച്ചി വാ. എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്താ ഇപ്പൊ നിന്റെ മനസ്സിലൂടെ പോയത്? ഒന്നുമില്ല ചേച്ചി, എന്റെ ഓരോ നെഗറ്റീവ് ചിന്തകളാ. നീ എന്താന്ന് പറ. ജാനകി ആന്റിയും ആന്റിയുടെ എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലും ഒക്കെ സ്വന്തം എന്ന് പറയും പോലെ ഉള്ളപ്പോ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ്, അതിൽ വല്ല ദുരുദ്ദേശമുണ്ടോ? എന്താ നിനക്ക് അങ്ങനെ തോന്നിയത്? സിദ്ധാർത്ഥൻ സാറ് ഈ കണ്ടീഷനില് ചന്ദ്രോത്ത് കിടന്നാലും ആശുപത്രി കിടന്നാലും എഫക്ട് ഒന്ന് തന്നെയാ അല്ലേ? നീ പറയ്. അതുകൊണ്ട് പ്രഭ ആന്റിക്ക് ഒരു ഗുണമുണ്ട്. എന്താ അത്? കുറച്ചു നാളത്തേക്കെങ്കിലും ചേച്ചി ഇവിടുന്ന് മാറ്റി നിർത്തണം. ട്രീറ്റ്മെന്റിന്റെ ഫലം കിട്ടാൻ താമസം എടുക്കുന്നുള്ളതുകൊണ്ട് സിദ്ധാർത്ഥൻ സാറ് മിണ്ടാതെയും എഴുന്നേറ്റ് നടക്കാതെയും ഇങ്ങനെ തന്നെ അത്രയും ദിവസം കിടക്കും. അങ്ങനെ വന്നാ നന്ദേട്ടന്റെ കല്യാണം വലിയ എതിർപ്പൊന്നും ഇല്ലാതെ നടത്താലോ അല്ലേ? അച്ഛന്റെ കാര്യത്തില് അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ജാനകി എന്നെ ഇത് സമ്മതിക്കത്തുമില്ല. പ്രഭേനയുടെ വലങ്കയൊക്കെ ആണെങ്കിലും എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കുന്ന പ്രകൃതമൊന്നും അല്ല ജാനകി ആന്റിക്ക്. പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി കടുപ്പിച്ച് തന്നെ പറയും. ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് നല്ല മാറ്റം ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ബലരാമനങ്ങൾ അങ്ങനെ പറഞ്ഞത്. ജാനകി ആന്റിയും അവിടുത്തെ ഡോക്ടർ രാമനുണ്ണിയായിട്ട് എത്ര തവണ ഡിസ്കസ് ചെയ്തെന്നറിയോ? എടി പെണ്ണെ, നീ എപ്പോഴും എന്റെ കാര്യം മാത്രം ചിന്തിക്കുന്നതിന്റെ കുഴപ്പാ. അതുകൊണ്ടാ നീ ഇങ്ങനെ കാട് കയറി പോകുന്നേ. അതല്ല ചേച്ചി,
അവിടെ ഇങ്ങനെ ശക്തമായ ഒരു ഒപ്പോസിഷൻ ഉള്ളപ്പോ എന്ത് സംഭവിക്കാലോ. സത്യം പറഞ്ഞ ചേച്ചി അവരെന്തെങ്കിലും ചെയ്യുമെന്ന് വരെ ഞങ്ങക്ക് പേടിയുണ്ട്. അതിനും മടിക്കില്ല അവര്. പേടിക്കണ്ട, നേരിട്ട് അവരെന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ നന്ദുന്റെ കല്യാണം പ്രഭേന്റെ മാത്രം വിചാരിച്ച നടക്കില്ലല്ലോ. നന്ദും കൂടി നിന്നു കൊടുക്കണ്ടേ. ആരൊക്കെ നിർബന്ധിച്ചാലും നന്ദു അതിന് സമ്മതിക്കില്ല എന്ന് തന്നെ എന്റെ വിശ്വാസം. അത് തകർന്നു പോയാ, നന്ദു വേറൊരു വിവാഹത്തിന് തയ്യാറായ അതിനെ എനിക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ബലമായിട്ട് ഒരാളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ പറ്റുമോ? വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അറം പറ്റുന്ന വർത്തമാനങ്ങളാ. ഛെ, ചേച്ചി വന്നേ. അമ്മേ, ചേച്ചി വന്നിരിക്കുന്നു. മോൾ ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നു. ശരിക്കും? ആ, ഞാനെന്തിനാ കള്ളം പറയുന്നത്? ഇടി മണ്ടി, അതിൽ വലിയ അതിശയൊന്നുമില്ല. അമ്മ എല്ലാ ദിവസവും ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിയല്ലേ അമ്മ? അത് ശരിയാ. അല്ല, എന്താ പെട്ടെന്നൊരു വരവ്? ഇന്ന് അങ്ങോട്ട് പോവല്ലേ? ഓ, ഇന്നാണല്ലേ? ഉം. ഇങ്ങനെ സാറിന്റെ അടുത്തൊന്ന് പോരാൻ നന്ദന്റെ അമ്മ സമ്മതിക്കോ? ചോദിച്ചാ സമ്മതിക്കില്ല. അപ്പോ അതുകൊണ്ട് ചോദിക്കില്ല, നന്ദനോട് പറയും. ഞാൻ തിരിച്ചു ചെല്ലും വരെ രജനീച്ച് നോക്കിക്കോളും കാര്യങ്ങള്. ആളെ കാണാതാവുമ്പോ അവർക്ക് ദേഷ്യാവില്ലേ? നോക്ക്, വെറുപ്പിക്കാതെ നോക്കണം. അവരുടെ മകളുടെ സ്ഥാനത്ത് കഴിയേണ്ടതാ. സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കണം. കാശാണെങ്കിൽ ഞാൻ ചോദിച്ചാ ആന്റി എത്ര വേണമെങ്കിലും തരും. പക്ഷെ സ്നേഹം ഒരു തുള്ളി പോലും കിട്ടുമെന്ന് വിചാരിക്കണ്ട. ആന്റി ഒരു പ്രത്യേക ടൈപ്പാ. സ്വന്തം മക്കളോട് പോലും ഒന്ന് ചിരിച്ച് സന്തോഷമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ, അതുപോട്ടെ, എന്താ ഇവിടുത്തെ വിശേഷം? ഇവിടെ ഇതൊക്കെ തന്നെ, സുഖം, സ്വസ്ഥം. എന്നാ സ്വസ്ഥത പോവാൻ പറ്റിയൊരു വാർത്ത ഞാൻ പറയട്ടെ. എന്താ ചേച്ചി? അച്ഛനെ ഇന്ന് വിടും. അയ്യോ, എന്നാ നോക്കിക്കോ, 24 മണിക്കൂറിനകം തേടി പിടിച്ച് ഇവിടെ എത്തും.